ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും പറ്റിയിട്ടുള്ള ഒരു പച്ചരി വെച്ചിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു റൈസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ബീഫോ ചിക്കനോ ഒന്നും ഇല്ലാച്ചാലും നമുക്ക് ഈ ഒരു ചോറ് അടിപൊളിയായിട്ട് തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റൈസ് ആവട്ടെ അത് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ള അളവ് ഞാനൊരു കപ്പിലാണ് കാണിക്കുന്നത്. ഈ ഒരു കപ്പ് ഫുള്ളായിട്ട് അരിയില്ല. അപ്പം ഞാൻ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഒന്നിച്ചിട്ടുള്ള ഒരു അളവ് മനസ്സിലാക്കാനാണ് ഞാൻ കപ്പിലിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ വെള്ളം എടുക്കുമ്പോഴും നമുക്ക് ഈ ഒരു അരി നോക്കിയിട്ടും വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അരി നന്നായിട്ട് കഴുകിയിട്ട് അതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് സവോള എടുത്തിട്ടുണ്ട്. 2 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. 3 ഗ്ലാസ് അരി ഉണ്ടല്ലോ അത്. അപ്പോൾ 2 സവോള, 2 തക്കാളി, അതുപോലെ തന്നെ 5 വെളുത്തുള്ളിയാണ് എടുത്തത്. അപ്പോൾ 5 വെളുത്തുള്ളി പറഞ്ഞാൽ നല്ല വലിയ അല്ലിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5 എണ്ണം എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 എണ്ണം വരെ എടുക്കണം നമുക്ക് ഈ വെളുത്തുള്ളിയുടെ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതിൻ്റെ കൂടെ തന്നെ 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ എരിവിന് വേണ്ടിയിട്ട് എടുത്താൽ മതി ഈ വറ്റൽമുളകൊക്കെ കേട്ടോ. വറ്റൽമുളക് വേണം. അപ്പോൾ എരിവിന് ആവശ്യത്തിനായിട്ട് എടുത്താലും മതി. അപ്പോൾ ഇനി ഞാനിതാ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും അതുപോലെ തന്നെ ആ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഒരു കുറച്ച് അതുപോലെ 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ വല്ലാണ്ട് മൂത്ത് ഒരുപാട് കളർ മാറി കുഴഞ്ഞു വരേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് ഈ ഒരു ഇതിൻ്റെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ. അതാണ്ടോ ഈ രീതിക്കാണ് നമുക്കിത് മൂപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് ഒരു തരിതരിപ്പായിട്ട് വേണം ഇത് പൊടിച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ അത് പൊടിച്ചിട്ട് മാറ്റി വെക്കുക. ഒരുപാട് നല്ലോണം ഇട്ട് അരച്ചെടുക്കണ്ട. അപ്പോൾ ഇനി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ അത് എടുക്കാം. നിങ്ങൾക്ക് ഓയിലാണോ വേണ്ടിച്ചെങ്കിൽ അതാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിൽ വേറെ നെയ്യും എണ്ണ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വഴറ്റുമ്പോൾ ചേർക്കുന്നത് മാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 4-5 കുരുമുളക്, 2 കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പ്, 2 ഏലക്ക, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇതും കൂടെ നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ സവാള ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സവാള പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. മൂപ്പിച്ച് കളർ മാറ്റി എടുക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് നമുക്ക് സവാള നന്നായിട്ട് ആ പച്ചച്ചുവൊക്കെ ഒന്ന് മാറിയിട്ട് കുഴഞ്ഞ് കിട്ടണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് സവാള കിട്ടാനായിട്ട്. ഈ ഒരു സമയം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ എടുത്തിട്ടുള്ള അരിയുടെ ക്വാണ്ടിറ്റി ഇത്ര ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചേർത്തിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 2 തക്കാളിയും 2 സവാളയും ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതായിരുന്നു. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു തക്കാളി നന്നായിട്ട് വെന്ത് ഒന്ന് ഉടയുന്ന രീതിയിലേക്ക് എത്തണം കേട്ടോ. ഉടച്ചെടുക്കണം എന്നില്ല, പക്ഷെ തക്കാളി നന്നായിട്ട് വേവണം. കണ്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ ചിക്കൻ മസാലയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഉണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു എണ്ണയിലിട്ടിട്ട് നമുക്ക് ഈ ഒരു മസാലപ്പൊടി ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ. മുളക് പൊടി ചേർക്കുന്നില്ല, നമ്മൾ ഈ ഉണക്കമുളക് കൂടി പൊടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കണം. കണ്ട ഈ രീതിക്ക് വേണം കേട്ടോ നമുക്ക് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ആ പൊടികളൊക്കെ ഒന്ന് പച്ചച്ചോയൊക്കെ ഒന്ന് മാറി സമയത്ത് നമുക്കിതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് ചേർക്കുമ്പോൾ അത് ആദ്യം ഇട്ട് കൊടുത്തത് ആ എണ്ണയിൽ കിടന്ന് കട്ട പോലെ കിടക്കും. അപ്പോൾ അതൊന്ന് ആ സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം ബാലൻസ് ഉള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചവൊക്കെ ഒന്ന് മാറുന്ന വരെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കണം. അപ്പോൾ ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ലേശം ഒഴിച്ചിട്ട് നമുക്ക് ആ മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയെല്ലാം കൂടെ ഒഴിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പ് ഫുള്ളായിട്ട് അരി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ.
ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്, കറക്റ്റ് വേണ്ടത് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഒരു ലേശം ഞാൻ മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കതിൽ കുറച്ച് മുളകും ഒക്കെ ഒന്ന് ചതച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പം ഞാനിതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകിയിട്ട് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളത്തോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കരുത്, അരി കുതിർത്താനും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് കഴുകുക, എന്നിട്ട് ഇതുപോലെ അരിപ്പയിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം നല്ല തിളച്ച വെള്ളത്തിൽ നമ്മൾ അരി ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കട്ട പിടിച്ചിട്ട് അരി ഇരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ. ഇനി ലാസ്റ്റ് നമുക്കിത് കുക്കർ മൂടുന്നതിന് മുന്നേ ഒരു പച്ചമുളക് എടുത്തിട്ട് അത് നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇതിലിട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അധികം ഒന്നും വേണ്ട കേട്ടോ, എരിവൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ഒരു ലേശം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ ചേർത്തിട്ടില്ല, ഞാൻ എടുത്ത വറ്റൽമുളക് നല്ല എരിവുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു വിസിൽ വന്നാൽ മതി. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ കേട്ടോ. ഒറ്റ വിസിൽ വന്നാൽ പിന്നെ ആ ഒരു വിസിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ അതിലത്തെ എയർ മൊത്തം കളയരുത് കേട്ടോ. ആ ഒരു പ്രഷർ മൊത്തം അതിൽ ഇരുന്നോട്ടെ. എന്നിട്ട് പ്രഷർ തനിയെ പോയതിൻ്റെ ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി. അപ്പോൾ ഒറ്റ വിസിലും ബാക്കി നമുക്ക് ആ ഒരു ആവിയിലും ഇരുന്നിട്ടാണ് നമ്മുടെ ചോറ് വേവുക കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പം ഞാനിതാ കുക്കറൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെന്ത് പോയിട്ടില്ല, അടിയിൽ പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാനിത് മിക്സ് ചെയ്യുന്ന ആ വീഡിയോൻ്റെ ഭാഗം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ സ്പൂൺ എടുക്കാൻ പോകുമ്പോൾ വീഡിയോ ഒന്ന് സ്റ്റോപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് ഓണാക്കാൻ വേണ്ടി മറന്നുപോയി കേട്ടോ. അതാ സംഭവിച്ചേ, കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഈ റൈസ് ഒട്ടും വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല, ചോറ് അടിക്കും പിടിച്ചിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചോറ് മസാലയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ഒന്നും കൂടെ ചൂടാറുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ അത് വറ്റുകളൊക്കെ ഒന്ന് വേറിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒത്തിരി സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ കാണിക്കുകയാണ്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്താട്ടോ. അപ്പം മോൾക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനും ഒക്കെ കൂടി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ റൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ കേട്ടോ. നമ്മളെ ചാനലിൽ ഇതുപോലെ പച്ചരി വെച്ചിട്ട് ഒത്തിരി റൈസിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ലഞ്ച് ബോക്സിലേക്ക് പറ്റിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോവല്ലേ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് അച്ചാർ വേണമെങ്കിൽ അച്ചാറും അതുപോലെ തൈരും ഒക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് എരിവായിട്ട് ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ചോറ് തന്നെ നമുക്ക് പാകത്തിനുള്ള എരിവും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൈഡായിട്ട് എന്തെങ്കിലും കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.